ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് നാളായിട്ടോ ഞാൻ ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട്. നമുക്കിന്ന് അത് കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി നേരത്തെ. പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി എല്ലാം നമ്മുടെ എരിക്കും ആവശ്യത്തിനായി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ നന്നായിട്ട് നമ്മൾ മസാല പുരട്ടി ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. നമ്മൾ ഉടനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കാണത്തില്ല. ഒരു കുറച്ച് നേരം ഇരിക്കും മനത്തില്ല, നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. നമ്മളിവിടെ എന്നും അങ്ങനെ ബീഫും കാര്യങ്ങളൊന്നും മേടിക്കത്തില്ല. ചിലപ്പോൾ മേടിക്കുന്നെങ്കിൽ ചിലപ്പോൾ കൂടുതലും ചിക്കൻ ആയിരിക്കും മേടിക്കുന്നത്. ബീഫ് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ മേടിക്കത്തുള്ളൂ. അങ്ങനെ മസാലപ്പൊടിയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമ്മളൊരു റെസ്റ്റ് ചെയ്യാൻ നമുക്കിനി കുറച്ച് നേരം വെക്കാം. ആ സമയം കൊണ്ട് നമ്മളിന്ന് ഗ്യാസിലല്ല വെക്കുന്നത്, അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് എണ്ണയും വറ്റൽമുളകും കടുകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, നമ്മൾ അടുപ്പിലിരുന്ന് നല്ല വറ്റി വരുമ്പോഴുള്ള ബീഫ് കറിയുടെ ടേസ്റ്റ് വേറെയാണ്. അതുകൊണ്ട് ഇന്ന് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മെയിനായിട്ട് തീ കത്തിക്കാനാണ് പാട്. തീ കത്തത്തില്ല ഒരു വിധത്തിൽ. കത്തിക്കഴിഞ്ഞാൽ തീ നല്ലപോലെ കത്തും, അല്ലെങ്കിൽ വലിയ പാട്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ തീയൊക്കെ കത്തിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം നമ്മൾ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമ്മളിനി വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്കിനി അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടുമല്ലോ. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ഇനി വഴറ്റിയെടുക്കാം. ബാക്കി കുറച്ച് അമ്മയും കൂടെ വഴറ്റി കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതങ്ങനെ അമ്മയും കുറച്ച് നന്നായിട്ട് വഴറ്റിയെടുത്ത്. അപ്പോൾ നമുക്കിനി ബീഫ് കറി എന്തായെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരുപാട് നാളായി ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ട്. ഞാൻ കഴിഞ്ഞ ഓണത്തിനാണ്ടാണെന്ന് തോന്നുന്നു ലോങ് വീഡിയോ എടുത്തത്. പിന്നെ അങ്ങനെ ലോങ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കോളേജിൽ പോയിട്ട് വരുമ്പോൾ പിന്നെ അങ്ങ് രാത്രിയാവും. പിന്നെ വീഡിയോസൊന്നും ലൈറ്റും വെട്ടം കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇല്ല, സെം എക്സാം ആയതുകൊണ്ട് എപ്പോഴും അടുപ്പിച്ചടുപ്പിച്ച് കണ്ടിന്യൂസ് എക്സാമും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊരു ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഞാൻ എടുക്കും. പിന്നെ ഇതുവരെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് നേരത്തെ മസാല പുരട്ടി വെച്ച ബീഫ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിട്ട് നന്നായിട്ട് ഉള്ളിക്കകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് എടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിനകത്ത് കിടന്ന് ഇനി ബീഫ് നന്നായിട്ട് വേവട്ടെ. ബീഫിന് പിന്നെ ചിക്കനെ പോലെ അല്ലല്ലോ, നല്ല വേവാണ്. ഇത് നല്ലപോലെ വേവണം. നമ്മൾ കുക്കറിലൊന്നും ഇട്ട് അടിച്ചില്ല, അല്ലാതെ ഓൾറെഡി അല്ലാതെ തന്നെ നമ്മൾ ഇതിനകത്തിട്ട് തന്നെ വേവിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ബീഫ് അടച്ച് കുറച്ച് നേരം വെച്ചു. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പൊടികൾ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും ഒക്കെ നമുക്കിനകത്തോട്ട് വേണമെങ്കിൽ നമുക്കിനി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് പൊടികളെല്ലാം ഒന്നും കൂടെ അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് വേവുണ്ടല്ലോ, അപ്പോൾ ഒന്നും കൂടെ നമ്മൾ അടച്ച് വെച്ച് നല്ലപോലെ തീയിലിട്ട് വേവിച്ച്. പിന്നെ നമുക്ക് മെയിനായിട്ട് ബീഫ് ഉണ്ടെങ്കിൽ പിന്നെ കപ്പ ഇല്ലാതെ നമുക്ക് ബീഫ് കഴിക്കാൻ അധികം പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ കപ്പ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. നല്ല വേവുന്ന കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും ബീഫും കൂടെ അടിപൊളി നല്ലൊരു കോമ്പിനേഷനാണ്. കപ്പയും ബീഫും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ പഴംപൊരിയും ബീഫും അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതിന് എനിക്കൊരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് നല്ല വെന്ത് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫും കപ്പയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബീഫ് അങ്ങനെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്കിനി കുറച്ച് ചീനിയും കുറച്ച് ബീഫ് കറിയായിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. ഞാൻ അങ്ങനെ ചീനിയൊന്നും അധികം ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചീനിയൊന്നും ഞാൻ അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് ബീഫൊക്കെ വെക്കുമ്പോൾ മാത്രമേ കുറച്ചെടുത്ത് കഴിക്കത്തുള്ളൂ. അങ്ങനെ കുറച്ച് നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ച് നമുക്കൊന്നിനി ട്രൈ ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല വെള്ളം വരുന്നുണ്ട് കേട്ടോ. ചിക്കന് സത്യത്തിൽ വേറൊരു ടേസ്റ്റ്, ബീഫിന് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഗ്രേവി കൂട്ടാൻ നല്ലത് നമ്മുടെ ബീഫിൻ്റെ ഗ്രേവിയാണ് അടിപൊളി. ചിക്കനെയും കട്ടി അടിപൊളി ബീഫ് തന്നെയാണ്. അങ്ങനെ അതൊക്കെ നല്ല ചൂട് കഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അടുപ്പിൽ നമ്മളിപ്പോൾ കൊണ്ട് എടുത്തതല്ലേ ഉള്ളതാണ്, നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പം ബീഫും കപ്പയും അടിപൊളിയാണ്. അപ്പോൾ നമുക്കതെല്ലാവരും ഞായറാഴ്ചയൊക്കെ നമ്മളെല്ലാവരും വീട്ടിലും ബീഫും കപ്പയൊക്കെ നമ്മൾ വെക്കുമല്ലോ. അപ്പം അങ്ങനെ അമ്മയും വന്ന് അങ്ങനെ അമ്മയ്ക്കും കൂടെ കുറച്ച് ഞാൻ വാരി വെച്ച് കൊടുത്തു. ഇനി അമ്മയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇതൊരു കുട്ടിയൊരു ബീഫ് കറി വയ്ക്കുന്ന ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. വീഡിയോ നല്ല രീതിക്കൊന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഒരുപാട് പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.